ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട താരം രാമനാണ്. വില്ലന്റെ ഭാഗത്ത് ചിത്രയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ധാരാളം ആശയങ്ങൾ, നിലപാടുകൾ, എതിർപ്പുകൾ, പിന്തുണകൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇനിയിപ്പൊ ചിത്രയെ അനുകൂലിക്കണമെങ്കിൽ അനുകൂലിക്കാനും ചിത്രയെ പ്രതികൂലിക്കണമെങ്കിൽ അതിനും നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് ജനാധിപത്യത്തിന്റെ മാധുര്യം. മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തായിരുന്നെങ്കിൽ ഇസ്ലാമിനെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും പറഞ്ഞ ഒരു വ്യക്തിയുടെ ആശയത്തെയോ നിലപാടിനെയോ അഭിപ്രായത്തെയോ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ജനാധിപത്യം അന്യം നിന്ന് പോകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതും. ഈ രാജ്യം ഒരിക്കലും മതവൽക്കരിക്കരുത്. ഈ ജനാധിപത്യത്തെ ബ്രേക്ക് ചെയ്ത് മതാധിപത്യം വരരുത്. നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതിന് ലിമിറ്റ് ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഒരു നമ്മുടെ പിടിവള്ളി വെച്ചിട്ട് ആർക്കെതിരെയും എന്തും പറയാമെന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കാമെന്നും വിചാരിക്കരുത്. നമുക്ക് ഈ രാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അതിനും ലിമിറ്റ് ഉണ്ട്. ആരാന്റെ പറമ്പ് വരെ മാത്രമേ അതിനുള്ളൂ സഞ്ചാര സ്വാതന്ത്ര്യം. നമ്മുടെ പറമ്പിൽ നമുക്ക് നടക്കാം. ആരാന്റെ പറമ്പ് എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി മതില് ചാടി അപ്പുറത്തവന്റെ പറമ്പിൽ പോകാൻ പറ്റുമോ? എല്ലാത്തിനും ലിമിറ്റുകളുണ്ട്. നമുക്ക് വിമർശിക്കാം, ആശയത്തെ വിമർശിക്കാം, ആദർശത്തെയോ അഭിപ്രായത്തെയോ ഒക്കെ നമുക്ക് എതിർക്കാം. അത് നമ്മുടെ അഭിപ്രായമാണ്, നമുക്കത് പറയാം. പക്ഷേ ഈ രാജ്യത്ത് മതപരമായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ മതരാഹിത്യത്തിനും സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ഏത് വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഇന്നത് ലോകം കാണാനും അറിയാനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില്ലേ. അപ്പൊ ചിത്ര ഒരു തികഞ്ഞ ഹിന്ദുമത വിശ്വാസിയാണ്. അവരുടെ വിശ്വാസത്തെ അവർക്ക് പ്രോത്സാഹിപ്പിക്കാം. ഏതെങ്കിലും ഒരു ഇസ്ലാമിക പ്രഭാഷകൻ, നമുക്കറിയാം നബിദിനത്തെ സംബന്ധിച്ച് ഉസ്താദുമാരൊക്കെ പറഞ്ഞു, ഞാനൊക്കെ അദ്ദേഹത്തിന്റെ വോയിസ് അടക്കം എടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും നിങ്ങൾ പട്ടിണിയാണെങ്കിലും തോരണങ്ങൾ വീടിന് ചുറ്റും തൂക്കണമെന്നാ പറഞ്ഞത്. എന്താ എതിർക്കാത്തത്? ഇസ്ലാം മത ഭീകരതയെ ഇവർക്ക് ഭയമാണ്. ആ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആർക്കെതിരെയും എന്തും പറയും. ഇതാണോ നമ്മുടെ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം? അല്ല, ഇത് അഭിപ്രായ വഷളത്തരമാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതകളിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാം, ഒരു വ്യക്തിയെ ഏത് രൂപത്തിൽ അധിക്ഷേപിക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ചിത്രയുടെ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഇന്ത്യയുടെ വാനമ്പാടി ഇന്നെങ്ങനെയാണ് പരിഹാസ കഥാപാത്രമായി മാറിയത്? ഇന്നലെ വരെ കുയിലിന്റെ നാദമായിരുന്ന ചിത്ര ഇന്നെങ്ങനെയാണ് കള്ളക്കുയിലായി മാറിയത്? എന്നാൽ രാമൻ ഹിന്ദുക്കൾക്കു മാത്രമാണോ സ്വന്തം? മുഹമ്മദ് നബി മുസ്ലിങ്ങൾക്ക് മാത്രമാണോ പ്രവാചകൻ? അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം അള്ളാഹുവാണോ? യഹോവ ക്രിസ്ത്യാനികളുടെ മാത്രം സൃഷ്ടാവാണോ? അങ്ങനെ ഏതെങ്കിലും മതങ്ങൾ പറയുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞത് എനിക്കറിയാം, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അങ്ങനെയാണ് പറയുന്നത്. വസുദൈവ കുടുംബകം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ കേട്ട് പഠിക്കാറുള്ളത്, കാണാറുള്ളത്. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ, തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആർഷഭാരത സംസ്കാരം എല്ലാ മനുഷ്യരെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. അവർക്കും ഈ ലോകത്ത് ജീവിക്കാൻ ഈ ഭൂമിയിലെ അവകാശികളാണ് അവരും. ഇപ്പോ ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ലെന്നും എല്ലാവർക്കും സ്വന്തമാണെന്നും പറഞ്ഞ് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള രംഗത്ത് വന്നിരിക്കുന്നു. ഫാറൂഖ് അബ്ദുള്ളയെ നിങ്ങളൊന്ന് അധിക്ഷേപിക്കാമോ? ഫാറൂഖ് അബ്ദുള്ള അങ്ങനെ പറഞ്ഞു പോയത് ഷിർക്കാണ്. ഇസ്ലാമികപരമായി അള്ളാഹു മാത്രമേ ഏക ഇലാഹുള്ളൂ, ഏക സൃഷ്ടാവുള്ളൂ. ആ സൃഷ്ടാവിന് പകരമായി രാമനെ ദൈവമായി കാണുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞ് ഫാറൂഖ് അബ്ദുള്ളക്കെതിരെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്, നമുക്ക് കാണാമല്ലോ. അതാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം. അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തെ ഹനിക്കുന്ന രൂപത്തിൽ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളുടെ ഏക ഇലാഹായ അള്ളാഹുവിനെ പോലും തള്ളിക്കളഞ്ഞ് രാമനെ ദൈവമായിട്ടാണല്ലോ ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ലെന്നും
എല്ലാവരുടെയും ദൈവമാണെന്നുമാണ് പറഞ്ഞത്. ആ വാക്ക് തന്നെയാണ് പറഞ്ഞത്. ഒന്ന് വിമർശിച്ചു നോക്കിക്കേ. ചിത്രക്കെതിരെ കയറാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അത് ചാഞ്ഞ കൊമ്പാണ്. കാരണം അവരൊരു പൊളിറ്റീഷ്യൻ അല്ല. അവർക്ക് വോട്ട് ബാങ്ക് ഇല്ല. അതുകൊണ്ട് അവർക്കെതിരെ എന്തും പറയാം. പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ ആകുമ്പോൾ, നമുക്ക് മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുമ്പോഴും ഹിന്ദുക്കൾക്കെതിരെ ആകുമ്പോഴും നമുക്ക് കുറച്ച് പിന്തുണയും കിട്ടുമെന്ന് ഇവർ വിചാരിച്ചല്ലേ. അധികാരത്തിൽ തുടരാൻ രാമന്റെ പേര് മാത്രമാണ് പാർട്ടി ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം BJPക്കെതിരെ ആഞ്ഞടിച്ചു. കുറച്ചുകൂടി സന്തോഷമായില്ലേ. രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ BJPക്ക് ഇട്ടൊരു താങ്ങും കൂടി താങ്ങിയിട്ടുണ്ട്. സന്തോഷമായില്ലേ. അത് താങ്ങാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. വ്യാഴാഴ്ച ഉദ്ധംപൂരിൽ ഒരു റാലിയിലെ അഭിസംബോധന ചെയ്ത് ജമ്മു കാശ്മീർ മുൻ നാഷണലിസ്റ്റ് കോൺഗ്രസ് മേധാവിയും നാഷണലിസ്റ്റ് കോൺഗ്രസ് അധ്യക്ഷനുമായ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞതാണ്, ശ്രീരാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല, മതം നോക്കാതെ തമ്മിൽ വിശ്വാസമർപ്പിക്കുന്ന എല്ലാവരുടെയും നാഥനാണ് അദ്ദേഹം എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. അധികാരത്തിൽ തുടരാൻ മാത്രമേ പാർട്ടി രാമന്റെ പേര് ഉപയോഗിക്കാറുള്ളെന്നും എന്നാൽ രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ലെന്നും ഫാറൂഖ് അബ്ദുള്ള BJPക്കെതിരെ ആഞ്ഞടിച്ചു. വാർത്താ ഏജൻസി PTI ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഭഗവാൻ റാം ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല. ദയവായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ധാരണ നീക്കം ചെയ്യണം. ഭഗവാൻ റാം എല്ലാവരുടെയും ദൈവമാണ്. അത് മുസ്ലിമോ ക്രിസ്ത്യാനിയോ അമേരിക്കനോ റഷ്യനോ ആർക്കുമാകട്ടെ, അവർക്കൊക്കെ അവനിൽ വിശ്വാസമുണ്ട്. സംഘടിപ്പിച്ച റാലിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഇവിടെ പാന്തേസ് പാർട്ടി വഴിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ രാമന്റെ ശിഷ്യന്മാർ മാത്രമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ വരുന്നവർ വിഡ്ഢികളാണ്. അവർ രാമന്റെ പേരിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയുണ്ട്? അവർ രാമനോടുള്ള സ്നേഹമല്ല അധികാരത്തോടാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് ഇട്ട് താങ്ങട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുത നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാരന്റെ ശ്രദ്ധ തിരിക്കാനായി അവർ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി അവരുടെ വിദ്വേഷ പ്രചരണം അവസാനിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നും ഫാറൂഖ് അബ്ദുള്ള കൂട്ടിച്ചേർത്തു. നേരത്തെ നവംബറിൽ അബ്ദുള്ള ഇതേ പരാമർശം നടത്തി. ഭഗവാൻ രാമൻ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും പറഞ്ഞു. ഹിന്ദുക്കൾ അങ്ങനെ പറയുന്നുണ്ടോ? ഞങ്ങളുടെ മാത്രം രാമനാണ്, നിങ്ങൾ ആരും രാമജപം ഒന്നും നടത്തണ്ട, രാമനാമം ഒന്നും നിങ്ങൾ ആരും പറയണ്ട, നിങ്ങൾ നിലവിളക്ക് കൊളുത്തണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ജനാധിപത്യ സ്വാതന്ത്ര്യമാണ്. അതായത് BJP ഇതര പാർട്ടികൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഐക്യത്തിന് ഒരു തടസ്സവും ഇല്ല. അത് കോൺഗ്രസ് ആയാലും NC ആയാലും പാന്തേഴ്സ് ആയാലും ഒക്കെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയും മരിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മതധ്രുവീകരണത്തിനെതിരെ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഹിന്ദുക്കൾ അപകടത്തിലാണ് എന്നൊക്കെ അവർ തെരഞ്ഞെടുപ്പ് വേളയിൽ ധാരാളമായി ഉപയോഗിക്കുമെന്നും അതിൽ നിങ്ങൾ വീഴരുതെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല. മുസ്ലിങ്ങൾ ഖുർആനികപരമായി അള്ളാഹു മാത്രമാണ് ഏക സൃഷ്ടാവ് എന്ന് പറയുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുത്താൽ തീർന്നില്ലേ കാര്യം? ഇത് തന്നെയല്ലേ ജനാധിപത്യവും? ആ ഫാറൂഖ് അബ്ദുള്ളക്കെതിരെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വാദപ്രതിവാദങ്ങളോ അതല്ലെങ്കിൽ വിമർശനങ്ങളോ രൂക്ഷമായ രൂപത്തിലുള്ള പ്രകടനങ്ങളോ വാഗ്ധോരണികളോ എന്തെങ്കിലും ഉണ്ടാകുമോ? സാധ്യതയില്ല. നോക്കാം. നന്ദി.